വയനാട് പുൽപ്പള്ളിയിൽ കടുവ ഇറങ്ങി എന്ന വാർത്ത പുറത്തുവരുന്നു. ചാമപ്പാറ ക്ഷേത്രത്തിനടുത്ത് കെട്ടിയിട്ടിരുന്ന പശുവിനെ ആക്രമിച്ചു. നാട്ടുകാർ ബഹളം വെച്ചതോടെ കടുവ സമീപത്തെ തോട്ടത്തിലേക്ക് ഓടിക്കയറിയിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, ഈ കടുവാപ്പേടി, പുലിപ്പേടി വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം മാറുന്നില്ല, അതിന് അറുതിയില്ല. എന്താണ് ഈ പുതിയ സംഭവം? റിജിത്ത്, താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ എന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാവുകയാണ്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉള്ള സംഭവം പുൽപ്പള്ളി പ്രദേശത്താണ്. പുൽപ്പള്ളി ചാമപ്പാറ ശിവപുരം എന്ന് പറയുന്ന പ്രദേശത്ത് ശിവക്ഷേത്രത്തിന് അടുത്താണ് കുഞ്ഞിമോൻ എന്നയാളുടെ വീടുള്ളത്. ഇവിടെ ഒരു റബ്ബർ തോട്ടത്തിന് സമീപത്തായി പശുവിനെ കെട്ടിയിരുന്നു. ഇന്ന് രാവിലെ 10 മണിക്കാണ് ഈ കയർ പൊട്ടിച്ച് കടുവ പശുവിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ഇതിനിടെ ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആളുകൾ ബഹളം വെച്ചു. ഇതേ തുടർന്ന് കടുവ അവിടെ നിന്നും അടുത്ത ഒരു തോട്ടത്തിലേക്ക് ഓടിക്കയറുകയായിരുന്നു. മേഖലയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്കയാണ് ആളുകളെ സംബന്ധിച്ചുള്ളത്. ഈ പശുവിന്റെ മുഖം മുറിഞ്ഞ നിലയിലാണ് കാണാൻ കഴിയുന്നത്. മുഖത്ത് പിടിച്ച്, അതായത് കഴുത്തിന്റെ താഴെയായി മുഖത്തിന് സമീപം പിടിച്ചാണ് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. മുറിവേറ്റ നിലയിലാണ് പശു ഉള്ളത്. ഇത്തരത്തിൽ ദൈനംദിനം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകും. നേരത്തെ ഈ വാഗേരിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ CC, അതോടൊപ്പം തന്നെ മൂടക്കൊല്ലി, കൂടല്ലൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കടുവാ ശല്യം രൂക്ഷമാണ്. ഒപ്പം തന്നെ ഈ കൊളകപ്പാറ എന്ന് പറയുന്ന പ്രദേശത്ത് സമാനമായ രീതിയിൽ തന്നെ ഈ കൊളകപ്പാറ ചൂരിമല പ്രദേശത്തും കടുവ ഇറങ്ങിയിരുന്നു. ഇതിന് തുടർച്ചയായി പുൽപ്പള്ളിയിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് പുൽപ്പള്ളി ചാമപ്പാറ പ്രദേശത്ത് ഒരു പശുവിനെ പിടികൂടാനുള്ള ശ്രമം ഉണ്ടായത്. എന്തായാലും പശുവിനെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഈ കടുവയുടെ ആശങ്ക വലിയ അളവിൽ ഈ മേഖലയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പുൽപ്പള്ളിയിലാണ് കടുവാപ്പേടി ഉണ്ടാവുന്നത്. ചാമപ്പാറ ക്ഷേത്രത്തിനടുത്ത് കെട്ടിയിട്ടിരുന്ന പശുവിനെ ആക്രമിച്ചു എന്ന വിവരം പുറത്തു വരുന്നു. ഇപ്പോൾ ഈ നാട്ടുകാരൊക്കെ ബഹളം വെച്ചതിനെ തുടർന്ന് കടുവ സമീപത്തെ തോട്ടത്തിലേക്ക് ഓടിക്കയറുകയായിരുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.